എന്താണ് എന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ പാടും, ചിലപ്പോൾ വരക്കും, ചിലപ്പോൾ നൃത്തം ചെയ്യും, ചിലപ്പോൾ പിന്നെ െങ്കിലും അവരുടെ എന്തെങ്കിലും ഒരു ചൈൽഡ് വിത്ത് സ്പെഷ്യൽ നീഡ് ആയിട്ടൊരു കുട്ടി കഴിവുള്ളവരാണ്. വാക്കുകൾ പോലും മാറുകയാണ് കേട്ടോ. പറഞ്ഞല്ലോ ഇപ്പം മൂന്നാമത്തെ ജെൻഡറിനെ വിശേഷിപ്പിക്കേണ്ട സ്പെക്ട്രം എന്തിനാണത്? പുതിയ കാലത്തിന്റെ പ്രത്യേകത ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുമ്പോൾ എഡ്യൂക്കേഷൻ ഞാനും പറയുമായിരിക്കും. ഇവിടെ ഇപ്പം ബഹുമാനപ്പെട്ട ഫാദർ ഇരിക്കുന്നുണ്ട്, സ്പെഷ്യൽ സ്കൂളിന്റെ അധിപനായിട്ടുള്ള ഫാദർ. നമ്മുടെ കുട്ടികളെ അവരുടെ കഴിവുകൾ എന്തു തന്നെ ആയാലും ആ കഴിവിനെ അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്, പ്രശ്ന പരിഹരണ ശേഷിയാണ്. അതാണ് നമ്മുടെ മക്കൾക്ക് ഇല്ലാത്തത്. അതുകൊണ്ടാണ് കെട്ട് കഴിഞ്ഞതിന്, അതാണ് നേരത്തെ പറഞ്ഞത്, ബിരിയാണി മണം മാറുന്നതിന് മുമ്പ് കെട്ടും കഴിഞ്ഞ് ഡിവോഴ്സും കഴിഞ്ഞ് കുട്ടി വീട്ടിലേക്ക് വേഗമായിട്ട് വന്നു എന്നുള്ളത്. ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഹൗ ടു ടാക്കിൾ ഇറ്റ്, അതൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാവും, എപ്പോഴും പട്ടുമെത്തയിലായിരിക്കില്ല നമ്മുടെ ജീവിതം. പക്ഷേ ഇങ്ങനൊരു പ്രോബ്ലം വരുമ്പോൾ അവര് പഠിപ്പിക്കണം, ത്യാഗം പഠിപ്പിക്കണം. ബിഷപ്പിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ബിഷപ്പിന്റെ ഒരു കുട്ടിയെ വാർത്തെടുക്കാനുള്ള, അവിടെയാണ് നമ്മൾ പറഞ്ഞല്ലോ പണ്ട് ടീച്ചർ സ്റ്റുഡന്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ട്രയാങ്കിളാണ്. ഒരു ഭാഗത്ത് ടീച്ചറാണ്, വേറെ ഭാഗത്ത് സ്റ്റുഡന്റ് ആണ്, അടുത്ത ഭാഗത്ത് പാരന്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചേരുമ്പോഴാണ് എഡ്യൂക്കേഷൻ എന്നൊരു സങ്കല്പം പൂർണ്ണമാവുന്നത്. അതുകൊണ്ട് നിരന്തരമായി നിങ്ങളുടെ കുട്ടികളുടെ കൂടെ യാത്ര ചെയ്യാനുള്ള ഒരു മനസ്സ്, നേരത്തെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ 2ാം ക്ലാസ്സിൽ തോറ്റിരിക്കുന്നു എന്ന് പറഞ്ഞത് കൽപ്പറ്റ ഒരു കവിത. നിങ്ങളുടെ കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മനസ്സുകൊണ്ട് നിങ്ങളും 1ാം ക്ലാസ്സിൽ ചേരണം. നിങ്ങളുടെ കുട്ടി 2ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മനസ്സുകൊണ്ട് നിങ്ങളും 2ാം ക്ലാസ്സിലേക്ക് പോകണം. അങ്ങനെ അവരുടെ ഓരോ വളർച്ചയിലും താങ്ങായിട്ടും തണലായിട്ടും നിങ്ങൾ ഉണ്ടാവണം. അപ്പോഴാണ് കുട്ടിക്ക് രക്ഷാകർത്തൃത്വം ഫീൽ ചെയ്യുക. അല്ലാതെ നല്ല ഭക്ഷണം വാങ്ങി കൊടുത്തുകൊണ്ടോ, അൽഫാം വാങ്ങി കൊടുത്തുകൊണ്ടോ, ബിരിയാണി വാങ്ങി കൊടുത്തുകൊണ്ടോ, നല്ല വസ്ത്രം വാങ്ങി കൊടുത്തുകൊണ്ടോ ഒന്നും കുട്ടിക്കത് ഫീൽ ചെയ്യില്ല.